നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ആകെപ്പാടെ വിഷമിച്ച് സച്ചി വീട്ടിലേക്ക് പോരുവാണ്. കാരണം കുറെ ആൾക്കാർ ഓട്ടം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും വേണ്ടാന്ന് വിളിച്ച് ക്യാൻസൽ ചെയ്യുവാണ്. ഓട്ടം ക്യാൻസൽ ചെയ്യുവാണ്. സച്ചിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ സച്ചി പോരുന്ന വഴിക്ക് പോലീസ് സച്ചിയെ പിടിക്കുകയാണ്. കാർ നിർത്താനായിട്ട് പറഞ്ഞു. സച്ചി പെട്ടെന്ന് കാർ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും കുറെ പോലീസുകാരുണ്ട്. അവര് ചുറ്റും അങ്ങോട്ട് വളയുവാണ്. സച്ചി ഏതോ വലിയ കുറ്റവാളി എന്നുള്ള രീതിയിലാണ് അവർ ചുറ്റും വളയണേ. ആ സമയം സച്ചിയോട് ഇറങ്ങാൻ പറഞ്ഞപ്പോ സച്ചി ഇറങ്ങി. എന്താ സാർ, എന്താ കാര്യം ചോദിക്കാം. തന്റെ ലൈസൻസ് ഇങ്ങ് എടുക്കാൻ പറയണം. സാർ ലൈസൻസ് ഒക്കെ ഉണ്ട്, ഇതേ കാറിന് പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയണം. അതൊക്കെ ഇങ്ങോട്ട് തരാൻ പറയണം. അങ്ങനെ അതെല്ലാം കൂടെ വാങ്ങിച്ചു. പിന്നീട് സച്ചിയോട് പോകാൻ പറയണം. സാർ എന്താ പറയണേ, ലൈസൻസ് വാങ്ങിച്ചെടുത്ത് പോവാനോ? ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇതെന്താടാ നീ എന്നെ ഞങ്ങളോട് ദേഷ്യപ്പെടുവാണോന്ന് ചോദിക്കും. സാർ ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ മദ്യപിച്ചിട്ടോ ഒന്നുമില്ല, പിന്നെ എന്നെ എന്തിനാ ഇവിടെ പിടിച്ചു വെക്കുന്നത്? അത് മാത്രമല്ല എന്റെ ലൈസൻസ് ഒക്കെ എന്തിനാ വാങ്ങിച്ചോണ്ട് പോണേന്ന് ചോദിക്കാം. നീ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ടിരുന്ന പിന്നെ നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോ എന്നൊരു പോലീസുകാരൻ ചോദിക്കുകയാണ്. ആ സമയം സച്ചി പറഞ്ഞു, സാറേ എന്താ പരിപാടി ഇത്? എന്റെ ലൈസൻസ് ഇങ്ങോട്ട് തരാൻ പറയണം. ലൈസൻസ് ഇനിയിപ്പോ നിനക്ക് ഒരു കാലത്തും വണ്ടി ഓടിക്കേണ്ട വരത്തില്ല. പിന്നീട് അവിടെ വേറെ കോൺസ്റ്റബിൾ പറഞ്ഞു, ആ കാർ എടുക്കാൻ പറയണം. കാറിന്റെ കീയും സച്ചിയുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങി. അപ്പൊ സച്ചി പറഞ്ഞു, സാർ എന്താ പറയണേ? മദ്യവെച്ച് വണ്ടി ഓടിച്ചു വന്നിരിക്കുന്നവന്. സാറേ ഞാൻ മദ്യപിച്ചിട്ടില്ല, മദ്യപിച്ച് ഞാൻ വാഹനം ഓടിക്കാറില്ല. കാരണം ഡ്യൂട്ടി സമയത്ത് ഒരിക്കലും ഞാൻ മദ്യപിക്കാറില്ല. പിന്നെ സാറിന് ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക, ഞാൻ മദ്യപിച്ചിട്ടില്ല. സാറിന് സംശയം ഉണ്ടെങ്കിൽ സാറൊന്ന് ഊതിച്ചു നോക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്ക്. ഞാനതും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അതെ, ഇത്രയും നന്നായിട്ട് മദ്യപിച്ചിട്ട് വന്നിട്ട് നിന്നെ ഊതിക്കാനോ? നീ അപ്പുറത്തേക്ക് മാറിപ്പോയെന്ന് ഊതടാ. ഇപ്പൊ ഞങ്ങൾക്ക് അതിന് സൗകര്യം ഇല്ലെന്നും പറഞ്ഞോണ്ട് പോലീസുകാർ അങ്ങോട്ട് എന്ത് ചെയ്യണം, കയറി പോവാണ്. സച്ചി ഒരു നിമിഷം അവിടെ നിന്നു. സച്ചിക്ക് ചുറ്റും നടക്കണ എന്താന്ന് പോലും മനസ്സിലായില്ല. ഒരു തെറ്റും ചെയ്യാതെ തന്റെ ലൈസൻസ് വാങ്ങി കാറും എടുത്തോണ്ട് അവന്മാര് പോയിരിക്കുന്നു. സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഈ സമയത്ത് രേവതി വീട്ടിലേക്ക് വരുവാണ്. രേവതി വീട്ടിലേക്ക് വന്നപ്പോ ചന്ദ്രമതി, ശ്രുതി അവരെല്ലാരും ഉണ്ട്. ഇങ്ങനെ അവരെല്ലാരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തോണ്ടിരിക്കുക. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രന് രേവതിയുടെ അടുത്തേക്ക് നടിച്ചു. അല്ല മോള് കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്ന് ചോദിക്കുകയാണ്. ഈ സമയം രേവതി പറഞ്ഞു, അത് പിന്നെ അച്ഛാ ഞാന്. ചന്ദ്രമതി പറഞ്ഞു, ആ നീ എങ്ങോട്ടാ പോണേ? അവിടെ നിൽക്കാൻ പറയണേ. രേവതി അത് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമായിരുന്നു. നിന്നെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം. അവനും കൂടെ വന്നിട്ട് വേണം രണ്ടുപേരും കൂടെ ആരതി ഒഴിഞ്ഞൊന്ന് സ്വീകരിക്കാൻ എന്ന് കരുതി ഇവിടെ ഇരുന്നാന്ന് പറയണം. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ ചന്ദ്രേ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അവളോട് ദേഷ്യപ്പെട്ട് എന്താ കാര്യം ഇരിക്കണമെന്ന് ചോദിക്കാം. വർഷ പറഞ്ഞു, അത് ശരിയാ ആന്റി, അതിന് രേവതി ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. സച്ചേട്ടൻ മദ്യപിച്ചിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് കരുതി, അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന് കരുതിയിട്ട് രേവതി ചേച്ചി എന്താ ചെയ്യണേ? അതിന്റെ രേവതി ചേച്ചി അല്ല കാരണക്കാരി എന്ന് പറയാം. ഇവള് കാരണക്കാരി അല്ലേ പോലും. ഭർത്താവ് ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്കും അതിനൊത്ത് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയണം. രവീന്ദ്രൻ ചോദിച്ചു, നീ അതെന്ത് വർത്താനാ ചന്ദ്രയെ പറയണെന്ന് ചോദിക്കാം. ചന്ദ്രമതി പറഞ്ഞു, ഇവൾക്ക് പറഞ്ഞു തിരുത്താൻ മേലായിരുന്നോ? ഇവളുടെ കൂടെയല്ലേ ഇത്ര നാളും കഴിഞ്ഞേ, എന്നിട്ടോ ഇവൾക്ക് ഇവളുടെ ഭർത്താവിനെ മാറ്റാൻ പറ്റിയില്ലേന്ന് ചോദിക്കാം. രേവതിക്ക് ഇത് കേട്ടപ്പോ ദേഷ്യം വന്നു. രേവതി പറഞ്ഞു, അമ്മ അങ്ങനെ പറയരുത്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ 1 വർഷത്തോളം ആവുന്നുള്ളൂ സച്ചേട്ടന് ഒത്തിരി ജീവൻ തുടങ്ങിയിട്ട്. ഈ സച്ചേട്ടൻ ഇത്രയും കാലം വളർത്തി വലുതാക്കിക്കൊണ്ടുവന്ന ആരാ? സച്ചേട്ടനെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മയല്ലേ? അപ്പൊ അമ്മയ്ക്ക് ഇത്രയും കാലമായിട്ട് സച്ചേട്ടനെ മാറ്റാൻ പറ്റിയിട്ടില്ല, പിന്നെ എന്നോടാണ് അത് പറയണമെന്ന് ചോദിക്കുക. ഒരു നിമിഷം കർണത്തടിയേറ്റോലെ പോയി ചന്ദ്രമതിക്ക്. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്കൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. രേവതിക്കാണെങ്കിൽ സച്ചിനെ പറഞ്ഞ് തിരുത്തായിരുന്നു. ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ അത്? വേണമെങ്കിൽ തിരുത്താവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ശ്രുതി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം പറയൂലോ ഞാൻ എന്താ പറഞ്ഞ് തിരുത്താത്തേന്ന്. അപ്പൊ അതുപോലെ തന്നെയല്ലേ മദ്യപിച്ച് വരുന്ന സമയത്ത് ഇത് പറ്റില്ല, ഇവിടെ മദ്യപിച്ച് വരാൻ പറ്റില്ലെന്ന് ഒരു തവണ അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സച്ചി മദ്യപിക്കുമെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ശ്രുതി, ഒരു വട്ടം അല്ലാന്ന് പറയാം. അത് ചുമ്മാ ചിരിച്ചോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സച്ചിയുടെ സ്വഭാവമായിട്ട് മാറാനും പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ഇവിടെ വേറുള്ളവരാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നേനും. അല്ല ഞാൻ എവിടെ തെറ്റുകാരന്, ഞാൻ എപ്പോഴും തെറ്റ് ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് എന്റെ തലയിലേക്ക് എപ്പോഴും എല്ലാവരും വന്ന് കയറുമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചോണ്ട് ശ്രുതിയും കുറ്റപ്പെടുത്തുവാണ്. എല്ലാരും കൂടെ സച്ചിനെ 4 വഴിക്കുന്നിട്ട് ആക്രമിക്കുകയാണ്. ആ സമയത്ത് രേവതി രവീന്ദ്രൻ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, അല്ലെ സച്ചേട്ടൻ ആ സമയത്ത് മദ്യപിക്കുമെന്നും എനിക്ക് അറിയില്ലായിരുന്നു പറയാ. രവീന്ദ്രൻ പറഞ്ഞു, എനിക്കറിയത്തില്ല മോളെ എന്താ സംഭവിച്ചതെന്ന്. സോഷ്യൽ മീഡിയയിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്ന് പറയണം. ആ സമയത്ത് ചന്ദ്രമതിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. നോയിക്കഴിഞ്ഞപ്പോൾ വർഷയുടെ അമ്മയാ മഹിമയെ വിളിക്കുന്നത്. ഇതേ മോളുടെ അമ്മയാണല്ലോ വിളിക്കുന്നത്, ഇതെന്തിനാ പോലും വിളിക്കണേ? ദൈവമേ ഇതിനെക്കുറിച്ച് ചോദിക്കാനാണോ എന്നൊക്കെ എഴുതി ഫോൺ എടുക്കുകയാണ്. അപ്പോഴേക്കും വർഷ പറഞ്ഞ് ലൗഡ് സ്പീക്കർ ഇടാ ആൻറ്റി എന്ന് പറയണം. ലൗഡ് സ്പീക്കർ ഇട്ട് ഫോണ്.
ഈ സമയത്ത് മഹിമ ചോദിച്ചു, എന്തൊക്കെയാ ചന്ദ്രമതി അവിടെ നടക്കണേന്ന് ചോദിക്കണേ. അല്ല, ഞങ്ങൾക്കിപ്പോ തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എന്റെ മോളെ അങ്ങോട്ടേക്കല്ലേ കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. ആൾക്കാരൊക്കെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട. പിന്നെ സച്ചിയല്ലേ, ഇതിലപ്പുറം ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. പക്ഷെ എന്റെ മോൾക്കും എനിക്കൊക്കെ നാണക്കേടാന്ന് പറയാം. ഇങ്ങനെയാണെങ്കിൽ എന്റെ മോളെ അവിടെ നിർത്തണോ വേണ്ടയോന്ന് ഞങ്ങൾക്കൊന്ന് തീരുമാനിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയണം. ഇതേടെ ചന്ദ്രമതി പറഞ്ഞു, അയ്യോ മഹിമേ, അങ്ങനൊന്നും പറയരുത്. ദേ, മോൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല പോലും. ഞങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ച് പുറത്തിറങ്ങി നടക്കണ്ടേ. അത് സോഷ്യൽ മീഡിയ തുറക്കത്തില്ല. അപ്പൊ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനെല്ലാം ഈ സച്ചിയുടെ കുറിച്ചുള്ള കാര്യങ്ങളാ. മദ്യപിച്ച് വാഹനം ഓടിച്ചിരിക്കുന്നു. ആൾക്കാരൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ, ഇങ്ങനൊരു കുടുംബത്തിലേക്കാണോ മോളെ കെട്ടിച്ചു വിട്ടിരിക്കുന്നതെന്ന്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതിയുടെ മുഖത്ത് ആകെപ്പാടെ സങ്കടമായിപ്പോയി. രേവതിക്ക് എല്ലാവരുടെ മുന്നിൽ അപമാനിയായിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ. ഈ സമയം വർഷ പെട്ടെന്ന് ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണേ, അല്ലെങ്കിൽ തന്നെ ഇവിടെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക. അമ്മ ഫോൺ വെച്ചിട്ട് പോയിക്കേ, ഇവിടുത്തെ പ്രശ്നം ഞങ്ങൾ ആദ്യം ഒന്ന് തീർക്കട്ടെ എന്നും പറഞ്ഞിട്ട് വർഷ ആ കോൾ അങ്ങോട്ട് കട്ട് ചെയ്യുവാണ്. പിന്നീട് രേവതി എടുത്ത് തന്നിട്ട് പറഞ്ഞു, അതെ രേവതി ചേച്ചി ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ, ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് അറിയാമെന്ന് പറയണം. രേവതി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് സച്ചേട്ടനോട് ഇങ്ങനെ മദ്യപിക്കില്ലെന്ന്. പക്ഷെ എന്നൊക്കെ പറഞ്ഞ് നിർത്തി കഴിയുമ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, സാരമില്ല പോട്ടെ മോളെ, അവനും കൂടെ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. നാനാ വഴിക്കൊന്നും കുറ്റപ്പെടുത്തൽ വന്നു കഴിയുമ്പോൾ രേവതിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഈ സമയം സച്ചി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. സച്ചി പിന്നീട് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയത്ത് എല്ലാവരും ഹാളിലുണ്ടായിരുന്നു. സച്ചി നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. രവീന്ദ്രനെ തിന്നിട്ട്, അച്ഛാ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് വന്ന ഓട്ടോ അല്ല എന്നെ ക്യാൻസലായിപ്പോയി. അത് മാത്രമല്ല, വരുന്ന വഴിക്ക് പോലീസ് എന്നെ പിടികൂടിയിട്ട് എൻ്റെ ലൈസൻസും കാറും എല്ലാവരും വാങ്ങിച്ചിട്ട് പോയി. ഞാൻ അവരോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ പിന്നെ അവർ പിടിച്ചോണ്ട് പോകാതെ പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുക. അച്ഛൻ എന്തൊക്കെയാ പറയണേ, ഞാൻ മദ്യപിച്ചെന്നോ? ഞാൻ മദ്യപിച്ചിട്ടില്ലാന്ന് പറയാ. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, നിന്റെ അഭിനയമൊക്കെ അവിടെ നിർത്തിയാൽ മതി, നീ ആരോടായി പറയണേ? ഞങ്ങളോടാ? ചന്ദ്രമതി പറഞ്ഞു, എടാ നീ മദ്യപിച്ചിട്ടുണ്ടല്ലോ നാട്ടുകാർ മുഴുവൻ കണ്ടു, ഇനിയിപ്പം ഞങ്ങളോട് നീ കൂടുതൽ വിസ്തീരിക്കണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ അടുത്ത് സച്ചി പറഞ്ഞു, അച്ഛാ ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല, അച്ഛൻ വേണമെങ്കിൽ നോക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഊതിക്കുകയാണ്. നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. ഈ സമയം ശ്രുതി പറഞ്ഞു, അച്ഛാ ഇന്നത്തെ കാലത്ത് മണമില്ലാത്ത ടൈപ്പ് മദ്യമൊക്കെ കിട്ടും, അതായിരിക്കും ഇവൻ അടിച്ചിട്ടുണ്ടായിരിക്കുക, അതുകൊണ്ടായിരിക്കും മണമൊന്നും വരാത്തേന്ന് പറയണം. വർഷം പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ ഇച്ചിരിയെങ്കിലും മണം വരണ്ടല്ലേ ശ്രീകാന്തെ, മണമൊന്നും വരുന്നില്ലോ എന്ന് പറയണം. ശ്രീകാന്തിനും അറിയത്തില്ലായിരുന്നു അതിനെക്കുറിച്ച്. ഈ സമയത്ത് സച്ചി എല്ലാവരുടെ മുന്നിൽ ഒന്ന് പറയുന്നുണ്ട്, ഞാൻ മദ്യപിച്ചിട്ടില്ലാന്ന്. ആരും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. ചന്ദ്രമതി പറഞ്ഞു, നീ എല്ലാവരുടെ ആള് കുടിച്ച് 4 കാലം വരുന്ന ആളാ, പിന്നെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കണമല്ലേ? രേവതിയുടെ അടുത്ത് ചെയ്തിട്ട് സച്ചി പറഞ്ഞു, രേവതി ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയണം. രേവതി പറഞ്ഞു, കൂടുതലൊന്നും പറയണ്ട സച്ചേട്ടൻ, എല്ലാവരുടെയും മുന്നേ എന്നെ നാണം കെടുത്താൻ വേണ്ടല്ലേ? എന്തിനായിരുന്നു സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ? സച്ചിയോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എല്ലാരും കുറ്റപ്പെടുത്തുന്ന എന്നെയല്ലേ, ഞാൻ കാരണം മദ്യപിക്കണേന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ശരിയല്ലാത്തോണ്ടാന്ന് എല്ലാരും പറയണേ, ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ സച്ചിയോട് ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് രേവതി അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. ആ സമയത്ത് ശ്രുതി പറഞ്ഞു, ഇവനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഇവന് എത്ര ആളും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ഇവന് അല്ലേലും ഓട്ടം പോയിട്ടും കാര്യമില്ല, ഓട്ടം പോകുന്ന പൈസ ഇവന് മദ്യപിച്ച് തീർക്കാനേ സമയമുള്ളൂ. ഇവൻ വലിയ ആള് കളിക്കും, ഞാൻ എന്നും പണിയാൻ പോകുന്നുണ്ട്, എന്നിട്ട് ഇവൻ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചിയും കൂടെ എന്നിട്ട് നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ട് അടിക്കാനോട് അങ്ങോട്ട് കൈ ഓങ്ങുവാണ്. നീ ചെയ്തത്ര ഞാൻ ചെയ്തിട്ടില്ലടാ, അച്ഛൻ്റെ 50 ലക്ഷം കൊണ്ട് മുങ്ങിയിട്ടില്ലടാ, നീ വലിയ ന്യായം വാദങ്ങളൊക്കെ അടിക്കണേന്ന് പറയണം. ആ സമയം രവീന്ദ്രന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാടാ അവനെ അടിക്കുന്നേ? നിനക്ക് അടിക്കാനുള്ള എന്താ അർഹതയുള്ള? ഒറ്റ എണ്ണം ഞാൻ ഇട്ട് തന്നാണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് സച്ചിക്കിട്ട് അടിക്കാൻ കൈ ഓങ്ങുവാണ്. സച്ചി അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. ഒരു നിമിഷം രേവതി എല്ലാവരും ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് രവീന്ദ്രൻ അങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അച്ഛാ അപ്പൊ അച്ഛൻ എന്നെ വിശ്വസിക്കുന്നില്ലല്ലേ? ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്നല്ലേ പറയണേ? അന്ന് അടിച്ചു അച്ഛാന്ന് പറഞ്ഞാൽ ആ കൈ എടുത്ത് തന്റെ കണ്ണത്തിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ മദ്യപിച്ചിട്ടില്ല അച്ഛാ, സംശയമുണ്ട് നോക്ക് എന്നും പറഞ്ഞ് സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാണിക്കുക. എന്റെ കാലിടറുന്നുണ്ടോ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്ക്, ഞാൻ മദ്യപിച്ചിട്ടില്ല. അല്ല ഇപ്പൊ എവിടെയെങ്കിലും കൊണ്ട് എന്നെ പരിശോധിച്ച് നോക്കിയോ, ഞാൻ മദ്യപിച്ചിട്ടില്ല. ഇനി ഇത് കൂടുതൽ ഞാൻ എന്താ തെളിവ് തരണ്ടേ, എനിക്കറിയില്ല എന്ന് പറയണം. ആരും പക്ഷെ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. രവീന്ദ്രൻ പറഞ്ഞ് കൂടുതൽ ന്യായങ്ങളും വാദങ്ങളും ഒന്നും പറയണ്ട, ഞങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് പറയണം. ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ല അച്ഛാ, എനിക്ക് സങ്കടം ആവുന്നുണ്ട്. വേറെ ആര് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അച്ഛൻ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം. അവസാനം രവീന്ദ്രൻ പറഞ്ഞു, നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട, എന്റെ കൺമുന്നിൽ പോലും കണ്ടേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനോട് കയറിപ്പോകുമ്പോൾ ചന്ദ്രമതിയുടെ വക ചന്ദ്രമതി നാണമില്ലാത്തവന് എന്നിട്ട് കയറി വന്നിരിക്കുന്നു മറ്റുള്ളവരുടെ
മറ്റുള്ളവർക്കൂടെ പേര് ദോഷം ഉണ്ടാകാനായിട്ട്. നാളെ ഞാൻ പുറത്തിറങ്ങിയ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊക്കെ പറയുമ്പോഴത്തേനും ഭാമ കോള് വിളിക്കുകയാണ്. ദേ അടുത്തയാളും കോള് വിളിക്കാൻ തുടങ്ങി. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? ആൾക്കാരുടെ സമാധാനം പറഞ്ഞ് ഞാൻ മടുത്തു പോലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. ആ സമയം രേവതി മുറിയിലേക്ക് കയറിപ്പോയി. സച്ചി ഒരു പുച്ഛത്തോടെ നോക്കിയിട്ട് ശ്രുതിയും കൂടെ അങ്ങോട്ട് പോവാണ്. സച്ചിക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി. ഒരു തെറ്റും ചെയ്യാതെ സച്ചി ഈ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യം സച്ചിക്ക് മനസ്സിലായി. ആരോ ഇതിന്റെ പിന്നിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഈ സമയം രേവതി മുറി പോയിരുന്ന് സങ്കടപ്പെട്ട് കരയുവാണ്. എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തിയപ്പോൾ കരയാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് സച്ചിയും കൂടെ വന്ന് സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ രേവതിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. രേവതി വിശ്വസിച്ച് സച്ചി മദ്യപിച്ചിട്ടുണ്ടെന്ന് കാണാൻ തെളിവുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും രേവതി തെളിയിക്കും സച്ചി മദ്യപിച്ചിട്ടില്ലെന്ന്. അപ്പം നെക്സ്റ്റ് വീക്ക് ഓർമ്മ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു രേവതി തെളിയിക്കുന്നതൊക്കെ അവസാനം എങ്ങനെയാന്നൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.